ആയതുകൊണ്ട് ഇങ്ങനെയല്ലേ, ദളിതരെയല്ലേ, പിന്നോക്കക്കാരെയല്ലേ, കർഷക തൊഴിലാളികളെയല്ലേ നമ്മൾ സംഘടിപ്പിക്കുന്നത്, അതുകൊണ്ട് ചൂഷണം ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് പറയാനല്ല. എങ്ങനെയാ ഈ ചൂഷണത്തിന്റെ അളവുകളൊക്കെ നിശ്ചയിക്കുന്നത്? അത് മനസ്സിലാക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ആശയം നമ്മൾ നേടുകയും നമ്മളെ കൊണ്ടുപോലും ഇവിടെ എന്താ പ്രശ്നമുള്ളത്, നിങ്ങളുടെ എല്ലാം ജീവിതം സുരക്ഷിതമല്ലേ, നല്ല അന്തസ്സായ ജീവിതം ഇല്ലേ, പിന്നെ എന്താ ഈ ഇടതുപക്ഷക്കാരൊക്കെ പറയുന്നത് പോലെ എന്ത് മുതലാളിത്തവും തൊഴിലാളിയും ഒക്കെ ആയിട്ടുള്ള എന്ത് മത്സരം അവിടെ ഉള്ളത്, അങ്ങനെ എന്ത് ചൂഷണമാണ്, അങ്ങനെ എന്ത് വലിയ പീഡനമാണ് ഇന്നത്തെ തൊഴിലാളികൾ നേരിടുന്നത് എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരാശയ ലോകം സൃഷ്ടിക്കുന്നു. ഇതാണ് ഈ പ്രത്യയശാസ്ത്രപരമായ മർദ്ദന ഉപകരണത്തിന്റെ പ്രവർത്തനം. എന്ന് പറഞ്ഞാൽ ഇരകളാക്കപ്പെടുന്ന, ചൂഷണത്തിന് വിധേയമാകപ്പെടുന്ന വർഗത്തെ കൊണ്ട് തന്നെ ഒരു ചൂഷണവുമില്ല എന്ന് തോന്നുന്ന വിധത്തിലുള്ള ഒരാശയ ലോകം സൃഷ്ടിക്കാൻ വേണ്ടി കഴിയുകയാണ്. ഇതിനെയാണ് ഇപ്പൊ ജീവിച്ചിരിക്കുന്ന വലിയ സാമൂഹ്യ ദാർശനികന്മാരായിട്ടുള്ള നോം ചോംസ്കിയെ പോലുള്ളവർ മാനുഫാക്ചറിങ് കൺസെന്റ് എന്ന് പറയുന്നത്, സമ്മതിയുടെ നിർമ്മാണം. മുമ്പ് മുതലാളിത്തം ആധിപത്യം നേടിയിരുന്നത്, ജന്മിത്തം ആധിപത്യം നേടിയിരുന്നത് അവരുടെ ബലപ്രയോഗത്തിലൂടെയായി. ഇന്ന് സാമ്രാജ്യത്വം കടന്നു വരുന്നത് ഒരിറ്റ് ചോര വീഴ്ത്താതെയാണ്. ഇന്ത്യ ഇപ്പോൾ സാമ്രാജ്യത്വ ദാസ്യ രാജ്യമാണ്, നമ്മൾ പലപ്പോഴും വിശദീകരിക്കുന്നതാണ്. അമേരിക്കയുടെ പങ്കാളിയായി മാറിയിട്ടുണ്ട് മറ്റു കാര്യങ്ങൾ. പക്ഷേ അമേരിക്ക ഇന്ത്യയുടെ മേലെ ഒരു കപ്പൽ പോലും കൊണ്ടുവന്നിട്ടില്ല, ഒരായുധം പോലും കൊണ്ടുവന്നിട്ടില്ല. എങ്ങനെയാണ് പിന്നെ ഈ നേരത്തെ ചേരിചേരാ നയത്തിലുണ്ടായിരുന്ന ഇന്ത്യയെ അമേരിക്കയുടെ സാമ്രാജ്യത്വത്തിന്റെ പക്ഷപാതിയാക്കി മാറ്റാൻ വേണ്ടി കഴിഞ്ഞത്? അവിടെയാണ് ഈ മാനുഫാക്ചറിങ് കൺസെന്റ് എന്ന് പറയുന്നത്, സമ്മതിയുടെ നിർമ്മാണത്തിന്റെ പ്രയോഗം. ഈ പ്രത്യയശാസ്ത്രപരമായ മർദ്ദന ഉപകരണങ്ങൾ പ്രവർത്തിക്കുന്നതിന്റെ രീതിശാസ്ത്രം നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. അതില് ഏറ്റവും പ്രധാനമാണ് ഈ മാധ്യമങ്ങളുടെ ഇടപെടൽ എന്ന് പറയുന്നത്. നമ്മൾ കരുതുന്ന പോലെ സാധാരണ നമ്മൾ രാഷ്ട്രീയ വിശദീകരണ യോഗങ്ങളിലൊക്കെ പറയുമ്പോൾ മനോരമ വായിച്ചിട്ടാണ് ഇവിടെ ആളുകൾ അഭിപ്രായം പറയുന്നത്. മനോരമ എത്ര കോപ്പി അച്ചടിച്ചാലും എന്താ കാര്യം, ഇതാ കണ്ടില്ലേ കേരളത്തിൽ വീണ്ടും ഇടതുപക്ഷം വന്നില്ലേ. നമ്മൾ സാധാരണ പറയാറുണ്ട്, ഏത് ഈ മനോരമയുടെ അല്ലെങ്കിൽ വലതുപക്ഷ മാധ്യമങ്ങൾ ഇങ്ങനെ ഇടതുപക്ഷത്തിനെതിരെ നിരന്തരം പ്രചരിപ്പിക്കുന്നു, എന്നിട്ട് എന്താ കാര്യം, അതൊന്നും അല്ല ഇവിടെ സമൂഹത്തിൽ സ്വാധീനം ചെലുത്തുന്നത്. ഏതാണ് സ്വാധീനം ചെലുത്തുക? നമ്മൾ തന്നെയാണ്. അതുകൊണ്ടാണ് കേരളത്തിൽ തുടർഭരണം സാധ്യമായത് എന്നൊക്കെ നമ്മൾ പൊതുവായ രാഷ്ട്രീയ വിശദീകരണം നടത്തുമെങ്കിൽ പോലും നമുക്ക് നല്ല ബോധ്യമുണ്ടാകണം, ആശയമണ്ഡലത്തിൽ വലിയ സ്വാധീനമാണ് കേരളത്തിൽ ഉൾപ്പെടെ ആർക്കുള്ളത്? വലതുപക്ഷത്തിനുണ്ട്. എങ്ങനെയാണ് അത് സാധ്യമാകുക? നമ്മൾ കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയം ശക്തിപ്പെട്ടു വന്ന ഒരു 1940-50 കാലം, അന്ന് വരെ ഉണ്ടായിരുന്ന കോൺഗ്രസ്, ആ കോൺഗ്രസിൽ നിന്ന് ഇടതുപക്ഷ കോൺഗ്രസ് ഉണ്ടാകുന്നു, കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി ഉണ്ടാകുന്നു. അങ്ങനെ ഒരു 30കളുടെ പകുതിക്ക് ശേഷമാണ് ഈ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയും കോൺഗ്രസിനകത്തെ ഒരു ഇടതുപക്ഷ വിഭാഗം എന്നുള്ള നിലയിൽ രൂപപ്പെട്ടു വരുന്നത്. കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഒരു ബീജാവാപം അങ്ങനെയാണ്. 40കളിലെ ഉജ്ജ്വലമായ കർഷക സമരങ്ങൾ, തൊഴിലാളി സമരങ്ങൾ, ഇതെല്ലാം ഈ കോൺഗ്രസിനകത്തെ ഇടതുപക്ഷക്കാരുടെ നേതൃത്വത്തിൽ നടക്കുന്നു. അപ്പോഴത്തേക്കും കേരളത്തിലെ വളരെ ചെറിയതായിട്ടുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി 1936 4 പേരിൽ തുടങ്ങി 1939 പിണറായിയിലെ പാറപ്പുറം സമ്മേളനത്തിൽ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ സ്റ്റേറ്റ് കമ്മിറ്റി ആകെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്റ്റേറ്റ് കമ്മിറ്റിയായി മാറുന്നു. ഇങ്ങനെ 40കളോട് കൂടിയാണ് കേരളത്തിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് വേരുകൾ ഉണ്ടാകുന്നത്. അന്നത് ദുർബലമാണ്. പക്ഷെ 40കളിലെ 50കളിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ രാഷ്ട്രീയമായ ശേഷി ദുർബലമായിരുന്നുവെങ്കിലും ഇടതുപക്ഷം മുന്നോട്ട് വെച്ച ആശയങ്ങൾക്ക് വളരെ പെട്ടെന്നാണ് പ്രാബല്യം ലഭിച്ചത്. വളരെ പെട്ടെന്നാണ് വലതുപക്ഷക്കാർ ഉൾപ്പെടെ, അന്നത്തെ വലതുപക്ഷ കോൺഗ്രസിന് ഉൾപ്പെടെ, അല്ലെങ്കിൽ കോൺഗ്രസിലെ വലതുപക്ഷ നേതൃത്വം ഉൾപ്പെടെ ഈ ഇടതുപക്ഷ സമീപനം അംഗീകരിക്കുന്നവർ. അത് കേരളത്തിൽ മാത്രം ഉണ്ടായ പ്രവണതയല്ല. 40-50 കാലത്ത്, പ്രത്യേകിച്ച് സ്വാതന്ത്ര്യമൊക്കെ കിട്ടി കുറച്ച് കഴിയുമ്പോഴേക്ക് ആ ചിന്താധാര പ്രബലമായി. നെഹ്റുവിന്റെ ഒക്കെ കാലം ആശയങ്ങൾ, അവർക്ക് രാഷ്ട്രീയമായ ഇടതുപക്ഷത്തോട് എതിർപ്പാണ്, എന്നാൽ ഇടതുപക്ഷം മുന്നോട്ട് വെച്ച ആശയങ്ങൾ സ്വീകരിക്കപ്പെടേണ്ടത്, സോഷ്യലിസം എന്ന ആശയം പോലും കോൺഗ്രസ് സ്വീകരിക്കേണ്ടതുണ്ട് എന്ന് വന്നു. അങ്ങനെയാണ് 1959 തമിഴ്നാടിന്റെ തലസ്ഥാനമായ ചെന്നൈയുടെ തൊട്ടടുത്തുള്ള ആവടി എന്ന് പറയുന്ന സ്ഥലത്ത് AICCയുടെ സമ്മേളനം കൂടിയപ്പോൾ, കോൺഗ്രസിന്റെ ആ വർഷത്തെ സമ്മേളനം കൂടിയപ്പോൾ, ആ AICC സമ്മേളനം കോൺഗ്രസിന്റെ ലക്ഷ്യമായി ഏത് പ്രഖ്യാപിച്ചു?
സോഷ്യലിസം പിന്നെ ആ, എടുത്തു. അതുകൊണ്ടാണ് നമ്മൾ കോൺഗ്രസിനെ വിമർശിക്കുമ്പോൾ പലപ്പോഴും ചില പ്രയോഗങ്ങളിൽ നടത്തും. ഇത് കോൺഗ്രസിന്റെ ആവടി സോഷ്യലിസം എന്ന് പറയാറുള്ളത്. ഈ ആവടി സോഷ്യലിസം എന്ന് പറയുന്നത് തമിഴ്നാട്ടിൽ നിങ്ങൾ ട്രെയിനിൽ പോകുമ്പോൾ കാണാം, ചെന്നൈ എത്തുന്നതിന്റെ തൊട്ട് മുമ്പുള്ള രണ്ടാമത്തെ സ്റ്റേഷനാണ് ആവടി. അവിടെ നെഹ്റുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന കോൺഗ്രസ് സമ്മേളനം ഈ സോഷ്യലിസം കോൺഗ്രസിന്റെ നയമായിട്ട് സ്വീകരിക്കുകയാണ്. അപ്പൊ 40കളിലെ 50കളിലെ ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ ശേഷി ദുർബലമാണ്. പക്ഷെ ഇടതുപക്ഷം മുന്നോട്ട് വെച്ച ആശയങ്ങൾ ഇന്ത്യയുടെ ദേശീയ രാഷ്ട്രീയത്തിലും കേരളത്തിലുമെല്ലാം അതിശക്തമായ സ്വാധീനം ചെലുത്തി. അത് കേവലമായ രാഷ്ട്രീയ നിലപാടുകളിൽ മാത്രമല്ല, സാംസ്കാരിക ജീവിതത്തിൽ, സാമൂഹ്യ ജീവിതത്തിൽ എല്ലാം അത് പ്രതിഫലിക്കുന്ന അവസ്ഥയുണ്ടായി. അതുകൊണ്ടാണ് നമ്മുടെ മലയാളത്തിലെ തന്നെ സാഹിത്യവും പിന്നെ കലയും എല്ലാം അതിന്റെ നിലപാടുകളെല്ലാം മാറി വന്നത്. കലയുടെയും സാഹിത്യത്തിന്റെയും എല്ലാം മണ്ഡലത്തെ തീരുമാനിക്കുന്ന, അതിന്റെ ഉള്ളടക്കത്തെ തീരുമാനിക്കുന്നതാണ് സൗന്ദര്യശാസ്ത്രം. അത് നേരത്തെയുള്ള ജാതി ജന്മി നാടുവാഴി മേധാവിത്വത്തിന്റെ കാലത്ത് അതിനെ തുടർന്ന്